ഏറ്റവും പ്രിയപ്പെട്ട 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, അറക്കലാണ് NMSന് വളരെ ഇമ്പോർട്ടന്റ് ആയുള്ള ഒരു ചെറിയൊരു കുഞ്ഞു ടോപ്പിക്കാണ് നാഷണൽ പാർക്ക് ആൻഡ് വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് പറയുന്നത്. ഈ നാഷണൽ പാർക്കും വൈൽഡ് ലൈഫ് സാങ്ച്വറികളൊക്കെ എന്താണ്, ഇൻസിറ്റ്യൂ കൺസർവേഷന്റെ ഭാഗമാണ്. അപ്പൊ എന്താ സാർ ഇൻസിറ്റ്യൂ കൺസർവേഷൻ? എടാ, നമ്മൾ ഈ ജീവികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, ജീവികളെയും സസ്യങ്ങളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് രീതിയിൽ ഒരു കൺസർവേഷൻ മെത്തേഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇൻസിറ്റ്യൂ, രണ്ട് എക്സിറ്റ്യൂ. ഇൻസിറ്റ്യൂ എന്ന് പറഞ്ഞാൽ ഇൻ അഥവാ ഉള്ളിൽ, അഥവാ എന്താണ്, ജീവികളെയും സസ്യങ്ങളെയും ഒക്കെ അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിന്റെ ഉള്ളിൽ, അവരുടെ ആവാസ വ്യവസ്ഥക്കുള്ളിൽ സംരക്ഷിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഇൻസിറ്റ്യൂ കൺസർവേഷൻ. അതിന്റെ ഭാഗമാണ് നാഷണൽ പാർക്കും വൈൽഡ് ലൈഫ് സാങ്ച്വറികളും ബയോസ്ഫിയർ റിസർവുകളും കമ്മ്യൂണിറ്റി റിസർവുകളും ഒക്കെ. എന്നാൽ എക്സിറ്റ്യൂ കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ ജീവികളെ അവയുടെ ആവാസ വ്യവസ്ഥക്ക് പുറത്ത്, അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിന് പുറത്ത് സംരക്ഷിക്കുന്ന പരിപാടി. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മൃഗശാല എന്ന് പറയുമ്പോൾ ഈ ജീവികളുടെ നാച്ചുറൽ ഹാബിറ്റാറ്റ് മൃഗശാലയാണോ? അല്ല. മൃഗശാലയിൽ ഒരു കടുവൻ ഒരു ചെറിയൊരു കൂട്ടിലിട്ട് വെക്കും. ശരിക്കും കടുവന്റെ നാച്ചുറൽ ഹാബിറ്റാറ്റ് എന്ന് പറഞ്ഞാൽ വിശാലമായ ഫോറസ്റ്റ് ആണ്. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു ചെറിയൊരു കൂടിന്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു, ആ ഒരു കടുവനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അതാണ് എക്സിറ്റ്യൂ എന്ന് വെച്ചാൽ അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ നിന്ന് പുറത്ത് അവരെ സംരക്ഷിക്കുന്ന പരിപാടി. ഓക്കെ, ഇതില് ഇൻസിറ്റ്യൂ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇൻസിറ്റ്യൂവിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ത്, നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. കേരളത്തിൽ പ്രധാനമായിട്ടും 6 നാഷണൽ പാർക്കാണ്. അതിൽ 6ാമത്തെ നാഷണൽ പാർക്ക് പെരിയാറാണ്. അതിനൊരു ചെറിയൊരു പ്രത്യേകത ഉണ്ട്, ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നാഷണൽ പാർക്കാണ് ഇരവികുളം നാഷണൽ പാർക്ക്. ഈ ഇരവികുളം നാഷണൽ പാർക്ക് പേരിലുള്ള പോലെ തന്നെ ഇരവികുളത്തിൽ ഈ ഉണ്ട്, ഇടുക്കിയിലും ഈ ഉണ്ട്. അപ്പൊ ഈ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇടുക്കിയിലാണ്. ഇരവികുളം നാഷണൽ പാർക്ക് എവിടെയാണ്? ഇടുക്കിയിലാണ് കേട്ടോ. ഓക്കെ, അതും ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇരവികുളം നാഷണൽ പാർക്ക് എവിടെ കാണപ്പെടുന്നു? ഇടുക്കിയിൽ കാണപ്പെടുന്നു. ഇടുക്കി. ഓക്കെ, ഇനി അതേസമയം സൈലന്റ് വാലി നാഷണൽ പാർക്ക് എവിടെ കാണപ്പെടുന്നു? പാലക്കാട് ജില്ലയിലാണ് കാണപ്പെടുന്നത്. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് സൈലന്റ് വാലി നാഷണൽ പാർക്ക്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ പാമ്പാടും ചോല, മതികെട്ടാൻ ചോല, ആനമുടി ചോല, പെരിയാർ എല്ലാതും എന്താണ്, വീണ്ടും എവിടെ തന്നെയാണ് കാണപ്പെടുന്നത്? ഇടുക്കിയിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ കേരളത്തിലുള്ള ബഹുഭൂരിഭാഗം നാഷണൽ പാർക്കും എവിടെയാണ്? ഇടുക്കിയിലാണ്. ആകെ ഒന്ന് മാത്രം പാലക്കാട്, ബാക്കിയുള്ള ജില്ലകളിലൊന്നും നാഷണൽ പാർക്ക് ഇല്ല. അതാണ് ഒരു സത്യം. ഇതിൽ പെരിയാർ നാഷണൽ പാർക്ക് ഉണ്ടല്ലോ, ഈ പെരിയാർ നാഷണൽ പാർക്ക് എന്ന് പറയുമ്പോൾ പെരിയാർ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി കൂടിയാണ്. പെരിയാർ നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞാൽ ആക്ച്വലി പെരിയാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഒരു ടൈഗർ റിസർവ് ആണ്. അതിന്റെ കോറി സോൺ, അതിന്റെ ഏറ്റവും ഉള്ളിലുള്ള ഏരിയ മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള ഏരിയ ഒന്നും നാഷണൽ പാർക്കിന്റെ പരിധിയിൽ പെട്ടിട്ടില്ല. എങ്കിലും നമുക്ക് ജസ്റ്റ് ആയിട്ട് അതിനെ കണക്കിൽ ഉൾപ്പെടുത്താം. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, ഇരവികുളം, സൈലന്റ് വാലി, പാമ്പാടും ചോല, മതികെട്ടാൻ ചോല, ആനമുടി ചോല, ഈ ഒരു പേരുകൾ എന്ത് ചെയ്യണം, എന്തായാലും ഓർത്ത് വെക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കാം, ഇരവികുളം നാഷണൽ പാർക്ക് ആണോ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണോ, അല്ലെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ളതിൽ നാഷണൽ പാർക്കിന് ഉദാഹരണം ഏതെന്നൊക്കെ ചോദിക്കും. എന്നിട്ട് ഇരവികുളം പിന്നെ കുറച്ച് വൈൽഡ് ലൈഫ് സാങ്ച്വറികളും തരും. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇരവികുളത്തിനെ കറക്കി കുത്തണം. ഓക്കെ, ഇനി അടുത്തത് വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്. കേരളത്തിൽ ഇഷ്ടംപോലെ വൈൽഡ് ലൈഫ് സാങ്ച്വറികളുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട കുറച്ച് വൈൽഡ് ലൈഫ് സാങ്ച്വറികൾ മാത്രം ഞാൻ അവിടെ മെൻഷൻ ചെയ്യാം. 1 മലബാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, 2 വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി, 3 തട്ടേക്കാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി, 4 തേക്കടി വൈൽഡ് ലൈഫ് സാങ്ച്വറി, 5 കരിമ്പുഴ, 6 മംഗളവനം, 7 ആറളം, 8 നെയ്യാറ്. പിന്നെയും കുറേ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട്. ഞാൻ കുറച്ച് വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ പേരുകൾ ഇവിടെ കൊടുത്തതാണ്. ഇതിൽ കേരളത്തിൽ ഏറ്റവും വലിയ വൈൽഡ് ലൈഫ് സാങ്ച്വറി പെരിയാറാണ്. ഏറ്റവും ചെറിയ വൈൽഡ് ലൈഫ് സാങ്ച്വറി മംഗളവനമാണ് കേട്ടോ. ഓക്കെ, ഈ മംഗളവനം ഇത് കൊച്ചിയിലാണ്. ഇതാണ് ഏറ്റവും ചെറിയ വൈൽഡ് ലൈഫ് സാങ്ച്വറി, സ്മാളസ്റ്റ് ആണ്. പിന്നെ ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ് ഏറ്റവും നോർത്ത് ആണ്, വടക്കേ ഭാഗത്ത് കാണപ്പെടുന്ന വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണത് ആറളം വന്യജീവി സങ്കേതം, കണ്ണൂർ ജില്ലയിലാണ്. ഓക്കെ, അപ്പൊ കാസർഗോഡ് ജില്ലയിൽ എന്തില്ല, വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇല്ല. ഏറ്റവും നോർത്തിൽ കാണപ്പെടുന്ന വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ് ആറളം. എന്നാൽ നെയ്യാർ എന്ന് പറഞ്ഞാൽ ഏറ്റവും തെക്കിൽ, സൗത്തിൽ, തിരുവനന്തപുരം ജില്ലയിൽ കാണപ്പെടുന്ന ഏറ്റവും സൗത്തിൽ കാണപ്പെടുന്ന വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണെന്ത്, നെയ്യാർ. ഓക്കെ, ഇനി കമ്മ്യൂണിറ്റി റിസർവ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റി റിസർവ് ആണെന്ത്, കടലുണ്ടി. കമ്മ്യൂണിറ്റിയിൽ കായുണ്ട്, കടലുണ്ടിയിലും കായുണ്ട്. അങ്ങനെ ഓർത്തു വെക്കുക. ഈ കടലുണ്ടി മലപ്പുറം കോഴിക്കോട് ബോർഡറിലാണ് എന്ത് ചെയ്യുന്നത്, കടലുണ്ടി കാണപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ബയോസ്ഫിയർ റിസർവ് ആണ്. കേരളത്തിൽ പ്രധാനമായിട്ടും 2 ബയോസ്ഫിയർ റിസർവ് ആണുള്ളത്. ഒന്ന് നീലഗിരി, 2 അഗസ്ത്യമല. നീലഗിരിയും അഗസ്ത്യമലയും. ഈ നീലഗിരിയുടെ ഭാഗമാണ് ഊട്ടിയൊക്കെ. ഊട്ടിയൊക്കെ എല്ലാവരും പോയിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, ഊട്ടി മസനഗുഡി വഴി ഊട്ടി, അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണെന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ നീലഗിരി ബയോസ്ഫിയർ റിസർവ് കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ ആയിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു ബയോസ്ഫിയർ റിസർവ് ആണ്. അതുപോലെ അഗസ്ത്യമലയും. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ബയോസ്ഫിയർ റിസർവിന്റെയും കമ്മ്യൂണിറ്റി റിസർവിന്റെയും വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെയും നാഷണൽ പാർക്കിന്റെയും ഒരു ആകത്തുക. ഇവിടെ നാഷണൽ പാർക്ക് 5 അല്ല കേട്ടോ, സോറി 6 ആണ്. ജസ്റ്റ് ഒന്ന് മാറ്റാം. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ സെറ്റായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ എൻ്റെ മുത്തുകൾക്ക് ഞാൻ ഒരു ചോദ്യം എന്ത് ചെയ്യാം, ഞാൻ തരാം. അതിന്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് കണ്ടെത്തി വരണം. ചോദ്യം ഇതാണ്. ഓക്കെ, സൈലന്റ് വാലി നാഷണൽ
സൈലന്റ് വാലി നാഷണൽ പാർക്കിൽ കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ജീവിയുണ്ട്. സൈലന്റ് വാലി നാഷണൽ പാർക്കിൽ കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ജീവി. ഓക്കെ, ആ പ്രധാനപ്പെട്ട ജീവിയുടെ പേര് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, താഴെ കമൻറ്റ് ചെയ്യണം. നിങ്ങളൊന്ന് കണ്ടെത്തിയിട്ട് കമൻറ്റ് ചെയ്താൽ മതി. അത് മേ ബി പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ആ ജീവി ഒരു എൻഡാഞ്ചേർഡ് സ്പീഷീസ് ആണ്, അതായത് വംശനാശം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സ്പീഷീസ് ആണ്. അത് സൈലന്റ് വാലിയിലാണ് കാണപ്പെടുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ NMMSന്റെ ബ്രഹ്മോസ് ബാച്ച് ഇനിയും അഡ്മിഷൻ എടുക്കാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗത്തിൽ അഡ്മിഷൻ എടുക്കുക. ഇതിന് പൈസ ഒന്നും വേണ്ട. ഇത് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് കണ്ട് ഇതിൽ ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അതിൽ നമ്മൾ ലൈവും അതുപോലെ തന്നെ വേറെയും കുറേ റെക്കോർഡ് വീഡിയോസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, NMSന്റെ NMSന്റെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുക. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, സൂപ്പറായിട്ട് NMSന് പ്രിപ്പയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കുക. അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക, ഉഷാറാക്കുക. അപ്പോൾ എനിവേ ഓൾ ദി ബെസ്റ്റ്. നിങ്ങളുടെ സ്വന്തം അറക്കൽ. ഗുഡ് ബൈ.